ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാർ മേക്കേഴ്സ് നിസാൻ അതേപോലെ ഹോണ്ട, രണ്ട് ജപ്പാൻ ജൈൻ്റാണ്, ഗ്ലോബൽ കാർ മേക്കേഴ്സ് ജൈൻ്റാണ്. ഇവർ രണ്ടും മേർജ് ചെയ്യാൻ തീരുമാനിച്ചു. ഇത് വലിയ ഭയങ്കര വാർത്തയാണ്. കാരണം ഹോണ്ടയാണെങ്കിൽ ഗ്ലോബലി 3rd പ്ലേസാണ് കാർ മാനുഫാക്ചറിങ്ങിലുള്ളത്. നിസാൻ്റെ സെയിൽസ് വല്ലാതെ ഡൗണായി. അതായത് നോർത്ത് അമേരിക്കൻ മാർക്കറ്റ് പോലും അവർ ഡൗണായി. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം അവർ 9,000-ൽ പരം ജോലിക്കാരെ ജപ്പാനിൽ നിന്നും ലേ ഓഫ് ചെയ്തു. കാരണം അവർ ക്രൈസിസിലോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ 36% അവരുടെ സ്റ്റേക്ക് ഈ റിനോൾട്ട് ഫ്രാൻസ് ബേസ്ഡ് കമ്പനിയും വാങ്ങിയിരുന്നു. അപ്പം ഇതിനിടയ്ക്ക് പല ഡിസ്കഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത് ഗ്ലോബൽ വാർത്തയിൽ പറയുന്നത് ചൈനയിൽ പല കാറിൻ്റെയും അതിൻ്റെ ഇലക്ട്രിക് കാറിൻ്റെയും ഒക്കെ അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് ഭയങ്കര ഡൗൺഫോളായി. കാരണം ഈ വാർത്ത വന്നത് മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ഡെവലപ്മെൻറ്റുകളും ലോകത്ത് നടക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഈ ഗ്ലോബൽ മീഡിയയൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ചൈനീസ് EV വരുന്നു, മറ്റുള്ള രാജ്യങ്ങളുടെ EV ഹൈബ്രിഡ് കാർ വരുന്നു, പിന്നെ ഉറപ്പായിട്ട് ട്രംപ് വരുന്നു, എക്സ്ട്രാ ടാരിഫ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോഴുണ്ടാകാനുള്ള സാധ്യത, ഇതെല്ലാം കണക്കിലെടുത്ത് പെട്ടെന്നായിരുന്നു, ഇപ്പം നേരത്തെ പല ഡിസ്കഷൻ നടന്നിരുന്നു, പക്ഷെ പെട്ടെന്നായിരുന്നു മേർജ് ചെയ്യുന്ന തീരുമാനം പബ്ലിക്കിനോടും പ്രസ് കോൺഫറൻസിൽ കൂടെ ഇവർ പറയുന്നത്. ഇനി നോക്കാം എന്താണ് ചൈനീസ് കാർ മേക്കേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഈ പറയുന്ന നിസാൻ്റെ കമ്പനി വാങ്ങാനിരുന്നതായിരുന്നു. കാരണം അവർ വിലയൊക്കെ പറഞ്ഞ് നെഗോസിയേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് തെറ്റിപ്പോയി. കാരണം നിസാന് അമേരിക്കയിൽ പ്ലാന്റ് ഉണ്ട്. കാരണം അമേരിക്ക 200% ചൈനീസ് EVക്കെതിരെ ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിസാൻ്റെ പ്ലാന്റ് മേടിച്ച് അവിടെ ഇലക്ട്രിക് ഹൈബ്രിഡ് കാറുകൾ മാനുഫാക്ചർ ചെയ്യാനുള്ള ചൈനീസ് കമ്പനിയുടെ തീരുമാനത്തിന് അടി കിട്ടിയിരിക്കുകയാണ്. പിന്നെ മറ്റൊരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോക്സ്കോൺ. നിങ്ങൾക്കറിയാം, സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്ന, മറ്റുള്ള ആപ്പിൾ ഉണ്ടാക്കുന്നു, ഫോൺ ഉണ്ടാക്കുന്നു, അതുമായിട്ട് ഒരു ടെക്നോളജി കമ്പനിയാണ്. അപ്പോൾ അവരും ഇത് കാറിൻ്റെ ഹാർഡ്വെയറിലോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ നടക്കുന്നു. അവർ നിസാന് അത് നെഗോസിയേഷൻ നടന്നു, മറ്റു പല കാര്യങ്ങളും നടന്നു, പലതും മുന്നോട്ട് പോയി. പക്ഷേ അതൊന്നും നടന്നില്ല. ജപ്പാൻ ഗവൺമെൻറ് ഈ രണ്ട് കമ്പനികളോട് പറഞ്ഞ് നിങ്ങൾ തന്നെ മേർജ് ചെയ്യണം. മേർജ് ചെയ്ത് കഴിയുവാണെങ്കിൽ ഇതൊരു വലിയ സൂപ്പർ, കാരണം നിങ്ങളുടെ സെയിൽസും മറ്റ് സംഭവങ്ങളെല്ലാം ഉയരാൻ കാരണമാകും. ഇപ്പോൾ രണ്ട് ടീമിനെയും വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പം ഇതിനകത്തൊരു സംഭവം എന്ന് പറയുന്നത് EV ആണ്, ഹൈബ്രിഡ് ആണെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹാർഡ്വെയറിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സോഫ്റ്റ്വെയർ. അതിന് വില കൂടുതലാണ്. അതാണ് ഈ ടെസ്ലയുമായിട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിന് ഇത്രയും വിലയുണ്ട്, അതേപോലെ അതിൻ്റെ ടാരിഫ് വരുന്നു, പിന്നെ EV വരുന്നു, അതിന് വിലക്കുറവാണ്. അപ്പോൾ കോമ്പറ്റീറ്റീവായ വലിയ മാർക്കറ്റാണ്. കാരണം ഇന്ന് നിങ്ങൾ അമേരിക്കയിൽ പോലും നോക്കുവാണെങ്കിൽ അവിടുത്തെ റോഡിൽ കൂടെ കാർ ഓടുന്ന് നോക്കുവാണെങ്കിൽ, കാരണം അമേരിക്കൻ ഹൈവേ ആണ് ലോക പ്രശസ്തം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ജാപ്പനീസ് കാറുകളാണ്. അപ്പം ആ ഒരു മാർക്കറ്റ് അവർക്ക് പോകാൻ താല്പര്യമില്ല. കാരണം EV വന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ മാർക്കറ്റ് പോകാൻ താല്പര്യമില്ല. കാരണം എക്കണോമിക്കൽ നല്ല കാറാണ്, നല്ല മൈലേജാണ്, ടെക്നോളജി വൈസ് നല്ല മുൻപന്തിയിൽ നിൽക്കുകയാണ് ജാപ്പനീസ് കാറുകൾ. അപ്പോൾ ചൈനീസ് കാറുകളുടെ ഈ സംഭവത്തെ മാറ്റി നിർത്താൻ വേണ്ടിയാണ് ജാപ്പനീസ് ഗവൺമെൻറ് തീരുമാനിക്കുന്ന രണ്ട് കൂട്ടരുമായിട്ട്, കാരണം ഗവൺമെൻറ്റാണ് നെഗോഷിയേറ്റ് ചെയ്ത് ഇവർ തമ്മിലൊരു ധാരണയിലെത്തുന്നത്. ഇനി മറ്റത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട സംഭവമുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളിപ്പോൾ ഒരു ഇന്ത്യക്കാരന് ഒരു കാറ് വാങ്ങുമ്പോൾ അതിൻ്റെ ഇപ്പം മഹീന്ദ്ര, അതായത് അദ്ദേഹം പറഞ്ഞത്, അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടി നിങ്ങൾ വാങ്ങുവാണെങ്കിൽ, ഒരു ഫുള്ളായിട്ടുള്ള വണ്ടി വാങ്ങുവാണെങ്കിൽ അതിൻ്റെ 60% വരെ വർക്കുകൾ, കാരണം ആക്സസറീസും പല പരിപാടികളും ചൈനയിലും വിയറ്റ്നാമിലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. കാരണം ഇന്ത്യക്ക് അതേപോലുള്ള ആളുകളും സ്കിൽഡായിട്ടുള്ള സംഭവം, ഇതിന് ചിലവും കൂടുതലാണെന്നാണ് പറയുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മൾ ടയോറ്റ വാങ്ങുമ്പോൾ മറ്റുള്ള കാറ് വാങ്ങുവാണെങ്കിലും ഇതിൻ്റെ ഒരു 60-70% ചൈനയിൽ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുക. ഇതിൻ്റെ പ്രധാന പാർട്ടുകളെല്ലാം ജപ്പാനിൽ ഉണ്ടാക്കുന്നു, ബാക്കിയെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഒരു അസംബ്ലിംഗ് ടെക്നോളജിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കമ്പനികളും ഇതായിട്ട് ബന്ധപ്പെട്ട് ചില വാർത്തകൾ വരുന്നത്, ഇവർ ചൈനയിൽ നിന്നും പൂർണ്ണമായിട്ടും അവരുടെ പ്രൊഡക്ഷൻ ഇന്ത്യയിലോട്ട് മാറ്റാനാണ് തീരുമാനം. കാരണം EVക്കാണെങ്കിൽ ഈ പഴയ പ്ലാന്റ് കൊണ്ട് പറ്റത്തില്ല, വേറെ പ്ലാന്റ് വേണം.
മറ്റുള്ള കാര്യങ്ങൾ വേണം, അപ്പോൾ പൂർണ്ണമായിട്ട് ഇന്ത്യയിലെ സ്കില്ലായിട്ടുള്ള ലേബേഴ്സിനെ, അത് വിയറ്റ്നാമിലും ഇന്ത്യയിലുമായിട്ടാണ് ഇവർ മാനുഫാക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവരുടെ EV ആണെങ്കിലും ഹൈബ്രിഡ് കാറുകളാണെങ്കിലും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ കൊടുക്കുവാൻ വേണ്ടിയാണ് അവരുടെ ഉദ്ദേശം, മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ വിൽക്കുവാൻ വേണ്ടിയാണ് ഉദ്ദേശ ലക്ഷ്യം. കാരണം ജപ്പാനിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട പാർട്ടികളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ. കാരണം അവരുടെ മാൻ പവർ അവിടെ ജോലിക്ക് ആളിനെ കിട്ടാനില്ല, സ്കിൽഡ് ആയിട്ടുള്ള ആളിനെ കിട്ടാൻ, അതുപോലെ എക്സ്പെൻസീവാണ്. അപ്പം അതിൻ്റെ പേരിൽ ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. ബാക്കിയുള്ളതെല്ലാം ഇന്ത്യയിൽ ഏകദേശം ആ കാറുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 60 മുതൽ 70% വർക്ക് നടക്കുന്നു, കാറിൻ്റെ മാനുഫാക്ചറിങ് അസംബിളിങ് എല്ലാം നടക്കുന്നത് ഇന്ത്യയിലായിരിക്കുമെന്നാണ് ചില പത്രങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്ത് അമേരിക്കൻ പത്രങ്ങളാണ്. അത് ഇന്ത്യയിൽ വലിയ ബൂം ഉണ്ടാക്കാൻ സാധ്യത. കാരണം ഈ രണ്ട് വലിയ പ്ലെയേഴ്സ് ഒരുമിച്ച് ജോയിൻ ചെയ്ത് അതിൻ്റെ മറ്റുള്ള പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ് ഹബ്ബ് ഇന്ത്യയിലോട്ട് തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റിനും കൂടെ വേണ്ടിയായിരിക്കും ഒരു കാർ ഉണ്ടാക്കുന്നത്. കാരണം വലിയുള്ള കാറ് പാടില്ല. കാരണം ഇന്ത്യൻ മാർക്കറ്റ് SUV ആണെങ്കിൽ തന്നെ ഒരു 15-20 ലക്ഷത്തിന് നിൽക്കുന്ന കാറുകൾ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇന്ത്യൻ കാർ കമ്പനികൾക്കും അതായത് ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സിനും വരാൻ, കാരണം ഇവർ കാർ ഇവിടെ മാനുഫാക്ചർ ചെയ്യുവാണെങ്കിൽ വളരെ ചെലവ് കുറച്ചുള്ള കാറുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും ഇതിൻ്റെ മേർജിങ് കൊണ്ട് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരിക്കുന്ന ചൈനയ്ക്ക്. കാരണം അവരുടെ ഇലക്ട്രിക് കാർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന EV കാറുകൾ അവർ ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനൊരു മേർജിങ് ഉണ്ടായിട്ട് അത് ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ചൈനയിൽ നിന്നുമുള്ള അവരുടെ മറ്റുള്ള ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയിലോട്ട് മാറ്റാനും തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഗ്ലോബലായിട്ട് അത് ഇന്ത്യക്കാണ് നേട്ടം ഉണ്ടാക്കുന്നത്. അതിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊള്ളുന്നു.